Hi friends, ഒരിക്കൽ കൂടി ഏവർക്കും ദ സീ ഓഫ് നോളജിലേക്ക് സ്വാഗതം. ഞാൻ റെനു വേണ്ട നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ കത്തിപ്പോകുന്ന ഒരു എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോക്ക് താഴെ കാണുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും. അങ്ങനെ എനേബിൾ ചെയ്യുമ്പോൾ അത് ഓൾ ഇടുകയും ചെയ്യുക. അങ്ങനെ ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരം തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഒരു ന്യൂ കോമ്പോസിഷൻ ഓപ്പൺ ആക്കാം. നെയിം PF എന്ന് കൊടുത്തു. ജസ്റ്റ് പേപ്പർ ഫയർ എന്ന് ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ഡയറക്ഷൻ നമുക്കൊരു 10 സെക്കൻഡ് കൊടുക്കാം. ഫ്രെയിം 25 കൊടുത്തു. വിത്ത് 1920 ഹൈറ്റ് 1080 ആണ് കൊടുത്തത്. ഓക്കെ കൊടുത്തു. ഓക്കെ, നമുക്കിപ്പോൾ ഇതിലേക്ക് ഒരു ഇമേജ് ആവശ്യമുണ്ട്. ആ ഇമേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഈ ഇമേജാണ്. ഇതിലേക്ക് ജസ്റ്റ് ഞാനിത് ആഡ് ചെയ്ത് എന്നാൽ ജസ്റ്റ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, ജസ്റ്റ് സ്കെയിൽ ചെയ്ത് സൈസ് വെച്ചിട്ട് കുറയ്ക്കാം. ഇതിപ്പം കത്തിപ്പോകുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്കിപ്പോൾ ഒരു ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. നെയിം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വൈറ്റ് തന്നെ കിടക്കട്ടെ. ഓക്കെ, ഇതിലേക്ക് നമ്മളിപ്പം നമുക്ക് ഇതിലേക്കൊരു എഫക്റ്റ് ആവശ്യമുണ്ട്. അതിനൊരു എഫക്റ്റ് പ്രസിറ്റി വന്നിട്ട് ലീനിയർ വേപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അത് ജസ്റ്റ് ഈ ലെയറിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം നോക്കാം. ഓക്കെ, 150 കൊടുത്തു. അത് ജസ്റ്റ് ഫോർമോട്ട് വരയ്ക്കും. ഓക്കെ, ജസ്റ്റ് 100 ആയിരിക്കും. 100 ആക്കി വെച്ചു. 100 ആക്കി വെച്ചിട്ട് ടൈമർ ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. അതിനുശേഷം ടൈം ലൈൻ 5 സെക്കൻഡിൽ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളിത് 0 ആക്കി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു എഫക്റ്റ് കൂടെ ആവശ്യമുണ്ട്. ടെർബുലൻ്റ് ഡിസ്പ്ലേസ് എന്നാണ് ഈ എഫക്റ്റാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ എമൗണ്ട് നമുക്ക് ജസ്റ്റ് ഒരു 200 ആക്കാം. ഓക്കെ, സൈസ് നമ്മൾ 15 ആക്കി. കോംപ്ലക്സിറ്റി നമ്മളൊരു 5 ആക്കി. ഓക്കെ, ഈ ലീനിയർ വൈപ്പിൽ ഫെദറിൽ വന്നിട്ട് ജസ്റ്റ് അതൊരു 50 ആക്കി ഇടുക. ഓക്കെ, ഇനി നമ്മൾ അതിനുശേഷം ഈ പേപ്പറിൽ വന്നിട്ട് നന്ദി പ്രസ് ചെയ്ത് ഇപ്പോൾ ആൽഫ ഇൻവെർട്ടഡ് മീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, ഇത് പ്രീസെറ്റ് ചെയ്യുക. ഫയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഓക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ പ്രൊജക്റ്റ് വന്നിട്ട് ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ജസ്റ്റ് ഫയർ 1 എന്ന് കൊടുത്തു. ഇവിടേക്ക് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത മെയിനായിട്ടുള്ളത് PF എന്ന് ഞാൻ പേരിട്ടത് ആഡ് ചെയ്യുകയാണ്. പക്ഷേ ഒരു കോപ്പിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ വന്നിട്ട് ആൽഫ ഇൻവെറൻറ്റ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പം നമുക്ക് ഇത് ഫുള്ളായിട്ട് കട്ടായി പോയിട്ട് ചെറിയൊരു ലൈൻ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ ജസ്റ്റ് നമ്മൾ പശലത്തെ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രം ക്ലിയറായിട്ട് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ സെക്കൻഡ് ലെയറിൽ വന്നിട്ട് സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടേക്ക് നമ്മളൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. സിമ്പിൾ ചോക്കർ എന്ന് പറയുന്നൊരു എഫക്റ്റാണ്. ഈ ഒരു എഫക്റ്റാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ചോക്കർ മാറ്റം എന്നുള്ളത് ജസ്റ്റ് നമ്മൾ 1.27 ആക്കി. ഓക്കെ, ഇതിലേക്ക് ഇനി ഒരു എഫക്റ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഫ്രാക്ടൽ നോയ്സ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. ഈ ഒരു എഫക്റ്റാണ്. ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ബ്രൈറ്റൻസ് ജസ്റ്റ് ഒരു -15 ആക്കി. കോംപ്ലക്സിറ്റി നമ്മളൊരു 4 ആക്കി. ഓക്കെ, ഇനി ഒരു എഫക്റ്റ് കൂടെ ഇതിലേക്ക് ആവശ്യമുണ്ട്. ട്രൈ ടൂൺ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. അത് ജസ്റ്റ്
ഈ എഫക്റ്റാണ്. ഇത് ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാം. സബ്ജക്റ്റ് വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത മെയിൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. താഴെ ഇട്ടിട്ടു ജസ്റ്റ് ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും കൂടെ പ്രീസെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ PF എന്നാണ് കൊടുക്കാം. നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഈ ഫയർ 2 എന്നുള്ളത് ജസ്റ്റ് നമ്മൾ 3D ആക്കി വിടുക. അതിനുശേഷം ഇതിലേക്കൊരു ന്യൂ സോളിഡ് ലെയർ ആഡ് ചെയ്യാം. ബ്ലാക്ക് വൈറ്റ് തന്നെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇതിലേക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യുക, പാർട്ടിക്കിൾ. ഓക്കെ, അതിനുശേഷം എമിറ്റർ മാസ്റ്റർ എന്നുള്ളത് തന്നിട്ട് ഇതിൻ്റെ പാർട്ടിക്കിൾ സെക്കൻഡ് ഒരു 9000 ആക്കുക. ഓക്കെ, എമിറ്റർ ടൈപ്പ് എന്നുള്ളത് തന്നിട്ട് ലെയർ ആക്കി വിടുക. അതിനുശേഷം ഈ ലെയർ എമിറ്റർ എന്നുള്ളത് വന്നിട്ട് ഫയർ 2 ആക്കി വിടുക. ഇപ്പം നമ്മുടെ ആ തീ കത്തുന്നതനുസരിച്ച് നമുക്ക് അതിലൊരു തീപ്പൊരി പറക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും. ഫയർ ആകുന്നതനുസരിച്ച് അതിൻ്റെ തീപ്പൊരികൾ പറക്കുന്നതായിട്ട്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫിസിക്സിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ഗ്രാവിറ്റി 90 ആക്കി വിടും. ഇപ്പോൾ നമുക്ക് ഈ ഫയർ നേരെ താഴോട്ട് വീഴുന്നതായിട്ട് നമുക്ക് ഫീലാകും. അതിനുശേഷം എവിടെ ഫയർ എൻഡ് ആകുന്നോ അവിടെ കൊണ്ടുവന്നിട്ട് ഈ പാർട്ടിക്കൽ സെക്കൻഡിനുള്ളത് ടൈമർ ഓൺ ചെയ്യുക. എന്നിട്ട് ഒരു 2 ഫ്രെയിം കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വാല്യൂ 0 ആക്കി വിടുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇത് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ഫയർ 1 ആണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ പുറത്ത് വരും. ഇതിനും ഈ ഫയർ എഫിന് പുറത്ത് വരും. ഓക്കെ, ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് പേപ്പർ കത്തിപ്പോയിട്ട് അതിൻ്റെ തീപ്പൊരികൾ പറന്നു പോകുന്നതായിട്ട് നമുക്ക് ഒരു ഫീൽ കിട്ടും. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.